ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജിൻ്റെ പാർട്ട് 5 ആണ്. നമ്മൾ എന്താ പറയുക, വെള്ളിയാഴ്ച വരെ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമ്മൾ കുറച്ച് എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ വേർഡ് പ്രോബ്ലം ആയിട്ടാണ് പോകുന്നത്. വേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ്റ് scored 18 marks out of 25 marks in the first test of math പറഞ്ഞാൽ മാത്തമാറ്റിക്സ് തന്നെയാണ് അർത്ഥം കേട്ടോ. ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് he scored 22 marks. Okay, in the second test exceeds his first test by. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, മലയാളത്തിൽ പറയാം, നല്ലപോലെ ശ്രദ്ധിച്ചോളൂ. ഒരു സ്റ്റുഡൻറ്റ് 18 മാർക്ക് സ്കോർ ചെയ്തു ഔട്ട് ഓഫ് 25, മീൻസ് 25-ന് 18 മാർക്ക് അയാൾ സ്കോർ ചെയ്തു. പിന്നെ അവൻ അടുത്ത ടെസ്റ്റിൽ എത്രയാണ് സ്കോർ ചെയ്തതെന്ന് വെച്ചാൽ 22 മാർക്ക് സ്കോർ ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സാമിൽ മേടിച്ചതിനേക്കാളും ഈ എക്സാമിൽ എത്ര മാർക്സാണ് കൂടുതൽ മേടിച്ചു എന്നും അത് എത്ര ശതമാനം എന്നുമാണ് ചോദ്യം. എന്തിനാണ് ഞാനിവിടെ ശതമാനം പറയണമെന്ന് വെച്ചാൽ എല്ലാ ഓപ്ഷനും വിത്ത് പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ 4 മാർക്കാണ് കൂടുതൽ മേടിച്ചിരിക്കുന്നതെന്ന് പറയാം. എന്ത് കാരണം? ആദ്യത്തെ എക്സാമിൽ അവൻ 18 മാർക്ക് സ്കോർ ചെയ്തു, രണ്ടാമത്തെ എക്സാമിൽ അവൻ 22 മാർക്ക് സ്കോർ ചെയ്തു. ശരിയല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് പറയുമ്പോൾ നിങ്ങൾ 4 മാർക്കെന്ന് പറഞ്ഞു പോകും. വേഗം പോയി 4% നിങ്ങൾ ചൂസ് ചെയ്തു എങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റും. ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കുമ്പോൾ 25 മാർക്കിന് ഇയാൾ ആദ്യം 22 മാർക്ക് മൈനസ് 18 മാർക്ക് എത്രയ്ക്കാണ്? 25 മാർക്കാണ് ടോട്ടൽ മാർക്ക്. ടോട്ടൽ ഡിഫറൻസ് വരുന്നത് 4ആണ്. താഴെ 25 മാർക്കിന് 4 മാർക്കാണ് ഇവൻ കൂടുതലായിട്ട് മേടിച്ചിരിക്കുന്നത് ഫസ്റ്റ് എക്സാമിനേക്കാളും സെക്കൻഡ് എക്സാമിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻടു 100 ഇട്ട് കൊടുക്കണം. ഓക്കെ, റിക്വയർഡ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇൻടു 100 ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ക്യാൻസൽ ചെയ്യണം. 25 100-ൽ 4 തവണ ഉണ്ട്. 4 4 16, ഇത്രയേ ഉള്ളൂ. 16% എന്ന് ആൻസർ പറയണം. ഓക്കെ, എ സ്റ്റുഡൻറ്റ് സ്കോർഡ് 18 മാർക്സ് ഔട്ട് ഓഫ് 25 മാർക്സ് ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് മാത്ത്. ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ഹി സ്കോർഡ് 22 മാർക്സ് ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ്. ഓക്കെ, സോ 22 മാർക്സ് ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് എക്സീഡ്സ് ഹിസ് ഫസ്റ്റ് ടെസ്റ്റ് ബൈ. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിനേക്കാളും സെക്കൻഡ് ടെസ്റ്റിൽ എത്ര ശതമാനം കൂടുതലുണ്ട് എന്നതാണ് ചോദ്യം. എത്ര ശതമാനം കൂടുതലുണ്ട് എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് എന്തിൻ്റെ ഡിഫറൻസ് എടുക്കുക. എത്രയെന്നാണ് ഈ മാർക്ക് കിട്ടിയത്? ഔട്ട് ഓഫ് 25. അപ്പോൾ 4/25 into 100. ജസ്റ്റ് ക്യാൻസൽ ചെയ്യുക. 16%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. എല്ലാവർക്കും മനസ്സിലായത്? മനസ്സിലായോ? ഓക്കെ, അടുത്തത് വന്നിട്ട് കുറച്ച് ടഫാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ടഫാണ്. നിങ്ങൾക്ക് കുറച്ച് റീസെൻ്റ് ആയിട്ട് ചോദിച്ച എക്സാംസിൽ വന്ന ചോദ്യങ്ങൾ മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ. പിന്നെ നമുക്ക് എക്സാം പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യില്ലേ, അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിസ്കസ് ചെയ്യാം. In an annual examination, Hardik got
500 മാർക്സ് ഔട്ട് ഓഫ് 725 മാർക്സ്. 725 മാർക്കിന് അവന് കിട്ടിയ മാർക്ക് 500 മാർക്കാണ്. വാട്ട് ഈസ് ഹിസ് അപ്രോക്സിമേറ്റ് പറഞ്ഞാൽ എന്താ? ഏകദേശം, അപ്രോക്സിമേറ്റ്. പിള്ളേരെ ഇതൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കാറുണ്ടോ ക്ലാസ് കഴിഞ്ഞിട്ട്? എടുക്കാതെ വല്ല പെൻഡിലുണ്ടെന്ന് വെച്ചാൽ വേഗം എഴുതിയെടുത്തോളൂ കേട്ടോ. ഞാൻ ഈ വീഡിയോസൊക്കെ ഡെലിറ്റ് ചെയ്യും. ഒരാഴ്ച തന്നെ കാലാവധി ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോസും ഡെലിറ്റ് ചെയ്യും. സോ അതിന് മുന്നിൽ തന്നെ എല്ലാം എഴുതിയെടുത്തോളൂ കേട്ടോ. ഇതാണ് ചോദ്യം. ഇൻ ആൻ ആനുവൽ എക്സാം, ഒരു ആനുവൽ എക്സാമിൽ ഹാർദിക് പറഞ്ഞ പയ്യൻ ഗോട്ട് 500 മാർക്സ് ഔട്ട് ഓഫ് 725 മാർക്സ്. സോ 725 മാർക്കിന് ഹാർദിക്കിന് കിട്ടിയത് 500 മാർക്ക് മാത്രമാണ്. വാട്ട് ഈസ് ഹിസ് അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഇൻ ദ എക്സാമിനേഷൻ? അപ്പോൾ ഇവൻ്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എത്രയാണ്? പോയ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ 725-ന് 500 മാർക്ക് കിട്ടിയില്ലവന് ഇൻടു 100 എന്ന് മാത്രം ചെയ്താൽ മതി. ആൻസർ എന്ത് വരുന്നു പറയൂ? 500 ഡിവൈഡ് ബൈ 725 ഇൻറ്റു 100. നാളെ രാവിലെ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. നാളെ രാവിലെ ഉണ്ടാവില്ല. വൈകുന്നേരം ഉണ്ടോ എന്നുള്ളത് ഞാനൊരു 4 മണിക്ക് വൈകുന്നേരം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നാളെ എനിക്ക് പുറത്താണ് ക്ലാസ്. അപ്പോൾ പോകാൻ സമയമെടുക്കും. രാവിലെ നടക്കില്ല ക്ലാസ് എടുക്കൽ. സോ വൈകുന്നേരം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു 4 മണിക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ എന്നെ വിളിച്ച് തന്നെ ചോദിച്ചോളൂ. ഇനി വരുന്ന ടോപ്പിക്സ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പം എഴുതിയെടുക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഒരു 3-4 ടോപ്പിക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മാത്സ് കഴിഞ്ഞു കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, പാറ്റേൺ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ആവറേജ്, ഇത്രയും പോർഷൻസ് തന്നെ ഉള്ളൂ. ഓക്കെ, ഞാൻ ഒരാഴ്ചയുള്ള എങ്ങനെയെങ്കിലും മാക്സിമം ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അങ്ങോട്ട് ടെസ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക്. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 500-നെയും 100-നെയും വേണമെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്തോ. 500-നെയും 100-നെയും മൾട്ടിപ്പിൾ ചെയ്താൽ 50,000 ആണ് വരിക. ഡിവൈഡഡ് ബൈ 725 ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 725-ലും 100-ലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതോ ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് നമ്പർ ഇവിടെ 5ആണ്, ഇവിടെ 0ആണ്. അപ്പോൾ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 100-ൽ 5 20 തവണയുണ്ട്. 725-ൽ 5 വന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. 7-ൽ 5 1 തവണ, ബാലൻസ് 2. 22-ൽ 5 4 തവണ, ബാലൻസ് 2. വീണ്ടും 25-ൽ 5 4 തവണ. സോ 144 വരും. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ ചെയ്യുക. ഇതിൽ 2 വന്ന് 10 തവണയുണ്ട്. ഇതിൽ 2 72 തവണയുണ്ട്. വീണ്ടും 2 5 തവണയുണ്ട്. ഇതിൽ 36 തവണയുണ്ട്. സോ നമുക്ക് കിട്ടിയത് 500 ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 5. കട്ടി കുറച്ച്
വീണ്ടും ഇതിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 18ഉം ഇവിടെ 250 വരും. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 9ഉം ഇവിടെ 125 വരും. ഇനി നിങ്ങൾ 125നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ വരുന്ന ആൻസറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 തവണ 9, ബാലൻസ് 35, 3 തവണ 27 വരും, ബാലൻസ് 8. അപ്പോൾ 13 വരുന്നു. 13 പോയിൻറ്റ് ഇത് 80 ആക്കി കഴിഞ്ഞാൽ ഇതിലൊരു 8, 9, 72, ബാലൻസ് 8, 8, 8, 8 എന്ന് പോയിക്കൊണ്ടേയിരിക്കും. സോ ആൻസർ 13.88 ഇൻറ്റു 5 ആണ്. ഇത് മൾട്ടിപ്പിൾ ചെയ്യുക. ഇപ്പം ഞാൻ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. സോ പോയിൻ്റ് ശേഷം ഇവിടെ 5ൻ്റെ മുകളിലാണ് ഇവിടെ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിജിറ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ 13ന് പകരം 14 ഇട്ട് കൊടുക്കുക, ഇൻറ്റു 5. അപ്പോൾ 70 ആൻസർ. ആ ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ആരുടെ വീട്ടിലെ കുഞ്ഞുമോനുള്ളത് ആരാ? അവന്തികയുടെ വീട്ടിലാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. 6. എത്ര വയസ്സായി അനിയന്? 8 വയസ്സായോ? എന്നിട്ടാണോ അവൻ ഇനിയും ചെറിയ കുഞ്ഞു വാവനെ പോലെ കരയണ്? എത്ര സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്? ആഹാ. So there are 3,450 employees in an organization. അപ്പോൾ 3,450 എംപ്ലോയീസ് പറഞ്ഞാൽ വർക്കേഴ്സ്. ഒരു ഓർഗനൈസേഷൻ പറഞ്ഞാൽ ഒരു കമ്പനി എന്ന് വെച്ചോളൂ. ഒരു കമ്പനിയിൽ 3,450 വർക്കേഴ്സ് ഉണ്ട്. അതിൽ ഔട്ട് ഓഫ് വിച്ച്, ഇതിൽ ഇത്രയും വർക്കേഴ്സിൽ ഔട്ട് ഓഫ് വിച്ച് 42%, അതിൽ 42% ആൾക്കാർ ഗോട്ട് പ്രൊമോട്ടഡ്. അത്രയും ആൾക്കാർ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. പ്രൊമോഷനൊക്കെ കിട്ടില്ലേ, അടുത്ത സ്റ്റേജിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ഹൗ മെനി സച്ച് എംപ്ലോയീസ് ആർ there who got promoted? നോക്കൂ പിള്ളേരെ, ഓരോരോ ക്വസ്റ്റ്യനും ഓരോരോ മാതിരിയാണ്. മനസ്സിലായ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ തരുമ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റണം. സോ ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കണം, പറഞ്ഞു തരാം. പക്ഷെ മനസ്സിലാവാതെ ഇരുന്നിട്ട് കാര്യമില്ല. സോ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ്. ഇതിൽ 42% ആൾക്കാർക്ക് പ്രൊമോഷൻ കിട്ടി. ആ 42% എന്ന് പറയുന്നത് എത്രയാണ്, എത്ര പേർക്കാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. സോ നമ്മൾ 42% ഓഫ് 3450 എന്ന് ഇട്ട് കൊടുക്കുക. 42%, 3,450ൻ്റെ 42% എത്ര? സോ 42% പറഞ്ഞാൽ 42/100, ഓഫ് പറഞ്ഞാൽ ഇൻറ്റു 3,450. ഇത് നിങ്ങളിനി സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടെ ഒരു സൈഫറിന് ഇവിടെ ഒരു സൈഫർ പോയി. ഇവിടെ ലാസ്റ്റ് നമ്പർ 5 എന്നുണ്ട്, ഇവിടെ ലാസ്റ്റ് നമ്പർ 0 ആണ്. അപ്പോൾ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10ൽ 5 2 തവണയുണ്ട്. 345ൽ എത്ര തവണ 5 ഉണ്ട് നോക്കണം. 345ൽ 5 വന്നിട്ട് 3ൽ ഇല്ല, 34ൽ 6 തവണയുണ്ട്, 30 ആവും. ബാലൻസ് 4, 45ൽ 9 തവണയുണ്ട്. അപ്പോൾ 69 വരുന്നത്. ഈ ഭാഗത്ത് 69 എഴുതി കൊടുത്തു. ഇനി ഈ 2 കൊണ്ട് ഈ 42നെ ക്യാൻസൽ ചെയ്യുക. ലാസ്റ്റ് നമ്പർ 2, 4, 6, 8, 0 വന്നാൽ 2 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 42ൽ 2 എത്ര തവണയുണ്ട്? 4ൽ 2 2 തവണയുണ്ട്, ബാലൻസ് 0. ഇവിടെ 2, 2ൽ 2 1 തവണയുണ്ട്. സോ 2ൽ 2 1 തവണയുണ്ട്. സോ 21 വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 21നെയും 69നെയും മൾട്ടിപ്പിൾ ചെയ്ത് ആൻസർ പറയുക. ഇത്ര തന്നെ ഉള്ളൂ. ഏതാ ആൻസർ വരിക പറയൂ? ഒരിക്കലും വരില്ല.
1449 ഏതാ? 49. സോ ആൻസർ എത്രയാണ്? 1449. 449. കറക്റ്റ്. ഓക്കെ, ഇനി ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 10% ഓഫ് 440 എത്രയെന്ന് പറയണം. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത്? 10/100 എന്ന് എഴുതി കൊടുക്കാം. പെർസെൻറ്റേജ് പറഞ്ഞാൽ ബൈ 100 എന്നല്ലേ? ഓഫിന് പകരം ഇൻറ്റു 440. ഇതിനെന്താ ആൻസർ വരിക? എളുപ്പമാണ്. നാപ്പത്തിമൂന്ന് 43 44? 44. 44. യെസ്. ഇവിടെ ഒരു സൈഫറിന് ഈ സൈഫർ പോയി. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാണ്. അപ്പോൾ ഈ സൈഫറും ക്യാൻസൽ ആവും. 1 × 44 44. ഇനി അടുത്തത് കേട്ടോ, 25% ഓഫ് 625. 25% എങ്ങനെ എഴുതാം? 25/100 എന്ന് എഴുതാം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 25%നെ 1/4 എന്നുള്ള വാല്യൂ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ എളുപ്പമാവും നിങ്ങൾക്ക്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് 25% എന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം നിങ്ങൾ ചെയ്യേണ്ടത് 1/4 എന്ന് എഴുതി കൊടുക്കുക. ഓഫ് പറഞ്ഞാൽ ഇൻറ്റു 625 ചെയ്യുക. ആൻസർ പറയും. അപ്പോൾ എന്ത് ചെയ്യണം? 1 × 625 625 / 4 എത്ര വരുമെന്ന് പറയണം. എളുപ്പമാണ്. ഇനി എന്ത് ചെയ്യണം? 625നെ 4 കൊണ്ട് ഹരിക്കണം. സോ 6ൽ 4 ഒരു തവണയുണ്ട്. 4 മൈനസ് ചെയ്താൽ 2 22ആയി. 22ൽ 5 തവണയുണ്ട്. 4 20ആയി. ബാലൻസ് 2, വീണ്ടും 5 തവണ. അഞ്ച് തവണയല്ല, 6 തവണ. 24, ബാലൻസ് 1. ഇത്ര കിട്ടി. എത്രയാണ്? 156. ഇവിടെ 0 വെച്ച് കൊടുത്തെങ്കിൽ സംതിങ് വരും. സോ കറക്റ്റ് അല്ലേ? 1 4 2 2 20 25 കറക്റ്റ്. അപ്പോൾ 156 അപ്രോക്സിമേറ്റ് ആയിട്ട് 156 കിട്ടുന്നുണ്ട്. ആൻസർ വന്ന് 156. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ, റൗണ്ടഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാന്നാ. In a musical concert, 15% of the total
is reserved for first class. Okay, if all the tickets were sold except 171 tickets of first class, then how many tickets were sold? നോക്കൂ, ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ എ മ്യൂസിക്കൽ കൺസേർട്ട് 15% of the total is reserved for first class. If all the tickets were sold except 171 tickets of first class, then how many tickets were sold എന്നാണ് പറയുന്നത്. സോ ഒരു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. ടോട്ടൽ എത്ര ടിക്കറ്റാണ് അവിടെ ഉള്ളതെന്നും പറഞ്ഞിട്ടില്ല അല്ലേ. പക്ഷെ വേറൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ, ആ 15% ടോട്ടൽ ഉണ്ടല്ലോ, 15% 15% ഓഫ് ദി ടോട്ടൽ ഇസ് റിസർവ് ഫോർ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇഫ് ഓൾ ദ ടിക്കറ്റ്സ് വെർ സോൾഡ് എക്സെപ്റ്റ് 171 ടിക്കറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പോൾ 121 അല്ല 171 ടിക്കറ്റ്സ് എക്സെപ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 15% എന്ന് പറയുന്നത് ഇവിടെ 171. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു പോണു. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസാണ് കേട്ടോ. ഞാനിത് ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ സ്കിപ്പ് ചെയ്യണം, അടുത്ത ക്വസ്റ്റ്യൻ പോകാം. നിങ്ങൾക്ക് ഇത്ര ടഫായിട്ടൊന്നും ചോദിക്കില്ല, പേടിക്കൊന്നും വേണ്ട, കുറച്ച് ഈസി ക്വസ്റ്റ്യൻസേ നോക്കാം കേട്ടോ. 11th ക്വസ്റ്റ്യൻ ഇത്. പക്ഷേ ഈ ഞാനിപ്പോൾ കാണിച്ച ക്വസ്റ്റ്യൻ വന്നിട്ട് 2014 ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. വെയ്റ്റ് ഓഫ് ടൊമാറ്റോ comprises 90% of water. Okay, weight of tomato comprises 90% of water. Weight of water in 25 kg of tomato is. നോക്കൂ, വെയ്റ്റ് ഓഫ് ടൊമാറ്റോ കംപ്രൈസസ് 90% ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇതുണ്ടല്ലോ, എന്താ പറയുക, 1 kg പറഞ്ഞാൽ എത്രയാ പറയൂ? 1 kg പറഞ്ഞാൽ എത്രയാ, എത്ര ഗ്രാമാ വരിക? പഠിച്ചിട്ടുണ്ടോ? യെസ്, കറക്റ്റ്, 1000 ഗ്രാമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ ഒരു മിനിറ്റ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ എത്ര കിലോന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, 25 കിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 20 തക്കാളി കണ്ടിട്ടില്ലേ, ടൊമാറ്റോ കണ്ടിട്ടില്ലേ, അതിൽ 90% വെള്ളം അത്രേ. അങ്ങനെയാണെങ്കിൽ 25 കിലോ ടൊമാറ്റോയിൽ എത്ര വെള്ളം ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 90% ഓഫ് 25 എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഒരു ടൊമാറ്റോ ഉണ്ടെങ്കിലും ആ ടൊമാറ്റോയിൽ ഒരു ടൊമാറ്റോ ഉണ്ട് എങ്കിലും അതിൽ 90% എന്താണത്രേ, വെള്ളമാണത്രേ. അപ്പോൾ ഇതേപോലെ എത്ര ടൊമാറ്റോ ഉണ്ടെങ്കിലും അതിലൊക്കെ 90% വെള്ളം തന്നെ ആയിരിക്കും. അത് 25 കിലോ ആവട്ടെ, 100 കിലോ ആവട്ടെ, എത്ര തന്നാലും അതിലൊക്കെ 90% വെള്ളം തന്നെ ആയിരിക്കും. അപ്പോൾ 25 കിലോയിൽ എത്ര വെള്ളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 കിലോ. അപ്പോൾ 90% ഓഫ് 25. സോ എത്ര വരും? 90/100 × 25. ഇതൊന്ന് ചെയ്തിട്ട് പറയൂ എത്ര വരുന്നു?
ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരോ? ഒരു ടൊമാറ്റോ ഉണ്ടല്ലേ, തക്കാളിയിൽ 90% വെള്ളം അത്ര. അങ്ങനെയാണെങ്കിൽ 25 കിലോ തക്കാളിയിൽ എത്ര വെള്ളം ഉണ്ടാവും? ഇതാണ് ചോദ്യം. അപ്പോൾ 90%, ഒരു തക്കാളി എടുത്താലും ശരി, 100 തക്കാളി എടുത്താലും ശരി, 1000 തക്കാളി എടുത്താലും അതിൽ 90% വെള്ളം തന്നെ ആയിരിക്കും. അപ്പോൾ 25 കിലോ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 90% ഓഫ് 25 എത്ര? സോ 90/100 ആണ്. 90% പറഞ്ഞാൽ എങ്ങനെ പറയാം? 90/100. ഓഫിന് പകരം ഇൻറ്റു എഴുതി കൊടുത്തു, 25 എഴുതി കൊടുത്തു. ഇത് ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ എത്ര വരും എന്ന് പറയണം. 90% ഇൻറ്റു 25 ചെയ്തിട്ട് ആൻസർ പറയണം. ഇരുപത്തിരണ്ട് ആണോ? നോക്കാം. സോ 25 100-ൽ 4 തവണയുണ്ട്. 90/4 എത്രയാണ് നോക്കണം. എത്രയാണ് 90/4? സോ 90/4 നോക്കുമ്പോൾ 9-ൽ 4 2 തവണയുണ്ട്, ബാലൻസ് 10 വരും. 10-ൽ 4 എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്, 8 വരും, ബാലൻസ് 2. വീണ്ടും ഇവിടെ പോയിന്റ് വെച്ച് ഇവിടെ 0 ചേർത്ത് കഴിഞ്ഞാൽ 5 തവണ. സോ ആൻസർ 22.5 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. A boy gets 20 per month and spends. കിഷാൻ, നീ ക്ലാസ്സിലുണ്ടോ കിഷാൻ? സൈലൻ്റ് ആയിട്ടുണ്ട്. എടാ, നീ ആ മലയാളം ബുക്കിൽ വെച്ചിട്ടേ മാത്സ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ? ഓക്കെ. സോ എ ബോയ് ഗെറ്റ്സ് 20 റുപ്പീസ്. ഇത് റുപ്പിയുടെ സിമ്പലാണ് കേട്ടോ. സോ എ ബോയ് ഗെറ്റ്സ് 20 റുപ്പീസ് പെർ മന്ത്. ഓരോരോ മാസവും ഒരു ബോയ്ക്ക് 20 രൂപ വീതം കിട്ടിക്കൊണ്ടിരുന്നു. ആൻഡ് സ്പെൻസ് 50% ഓഫ് ഇറ്റ്. അതിന് അവൻ 50%-ഓളം ചെലവാക്കും. ഹൗ മച്ച് ഡസ് ഹി സേവ് ഇൻ 1 ഇയർ? അങ്ങനെയാണെങ്കിൽ അവൻ ഒരു വർഷം കൊണ്ട് എത്ര പൈസ അവൻ സേവ് ചെയ്തിട്ടുണ്ടാവും? ഒരു വർഷം കൊണ്ട്, നോട്ട് ദിസ് പോയിന്റ്, 1 ഇയർ. ഒരു മാസത്തിനാണ് അവൻ 20 റുപ്യ കിട്ടുന്നതും 50%ആയിട്ട് ചെലവഴിക്കുന്നതും. അപ്പോൾ അവന് 50% ചെലവഴിച്ച് കഴിഞ്ഞാൽ ബാക്കി 50% അവൻ്റെ കയ്യിലുണ്ടാവും. ശരിയല്ലേ? ആ, അപ്പം 50% എന്ന് പറഞ്ഞാൽ എത്രയാ? 50/100. സോ 100-ന്റെ 50% എന്ന് പറഞ്ഞാൽ, ഇല്ല 100-ന്റെ അല്ല, 20-ന്റെ 50% എന്ന് പറഞ്ഞാൽ ഇവിടെ 50 1, ഇവിടെ 2, ഇവിടെ 10. സോ ഇതിൻ്റെ പകുതി 50% പറഞ്ഞാൽ എന്താ? പകുതി. സോ 20-ന്റെ പകുതി ഇവൻ എന്തായി? 20-ന്റെ പകുതി എത്ര? 10. ഇതാണ് 50%. ബാക്കി 50% ഉണ്ടാവും, അത് 10 രൂപ. ഇതവൻ സ്പെൻഡ് ചെയ്തു, ഇതവൻ സേവ് ചെയ്തിട്ടുണ്ടാവും, ബാക്കി കയ്യിലുള്ളത് സേവ് ചെയ്തു. അപ്പോൾ 50%, 10 രൂപ ഇവൻ സേവ് ചെയ്തിട്ടുണ്ടാവും. എത്ര മാസത്തേക്ക്? ഒരു മാസത്തേക്ക് അവന് 10 രൂപ സേവ് ചെയ്യാൻ പറ്റി. ഇവർ ചോദിക്കുന്നത് ഒരു വർഷത്തേക്കാണ്. ഒരു വർഷത്തിൽ 12 മാസമാണ്. അപ്പോൾ അവന് എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റി? 120 റുപ്യ സേവ് ചെയ്യാൻ പറ്റി. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Rajesh purchased a watch for 300 rupees. ഇങ്ങനെയാണ് കേട്ടോ സിമ്പിൾ വരുന്നത്. 300 rupees. He sold it for 3
30. Find the profit. നിങ്ങൾക്ക് പ്രോഫിറ്റും ലോസൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞോ? ഇല്ല. പ്രോഫിറ്റ് ഇല്ല അല്ലേ, പഠിപ്പിച്ചിട്ടില്ല അല്ലേ? ആണ്. ഞാൻ എന്തിനാ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചുമ്മാ പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. എന്തായാലും ഇത് ഒരു ടോപ്പിക്ക് വരുന്നുണ്ട് പിന്നീട്. പ്രോഫിറ്റ് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലാഭം. ലോസ് പറഞ്ഞാൽ നഷ്ടം. അത് വല്ലതും അറിയുമോ നിങ്ങൾക്ക്? ഇല്ല. ഇല്ല. ഇപ്പോൾ അവന്തിക ഒരു കടയ്ക്ക് 300 റുപ്യ അവന്തിക ഒരു കട നടത്തുകയാണ്. അപ്പോൾ അവന്തിക എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക, ഒരു തുണിക്കടയാണ് നടത്തുന്നതെന്ന് വെച്ചോ. അപ്പോൾ അവന്തിക എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കണ്ണൂരിൽ പോയിട്ട് അവന്തിക ഒരു 100 റുപ്യക്ക് ഒരു ഷർട്ട് എടുത്തിട്ട് മേടിച്ചിട്ട് വരുന്നു. എന്നിട്ട് അവന്തികയുടെ കടയിൽ 150 രൂപയ്ക്കാണ് അത് വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവന്തികയുടെ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എന്തെങ്കിലും മനസ്സിലായോ? 100 റുപ്യക്ക് മേടിച്ച സാധനത്തിനെ 150 റുപ്യക്കാണ് അവന്തിക സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവന്തികയുടെ കയ്യിൽ ബാലൻസ് എത്ര റുപ്യ വരും? 100 റുപ്യ കൊണ്ടുപോയി അവന്തിക മേടിച്ചിട്ട് വന്നു ഒരു ഡ്രസ്സ്. അവളുടെ കടയിൽ വെച്ച് അവൾ 150 റുപ്യക്ക് വിൽക്കുന്നു. അപ്പോൾ അവൾക്ക് എത്ര റുപ്യ കിട്ടിയിട്ടുണ്ടാവും? ഒരു ദിവസത്തില് ഒരു ദിവസത്തില് ഈ ഒരു തുണിയുടെ മേലെ ആൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? ശരി, നോർമലായിട്ടൊരു കാര്യം പറയാം. തുണിയൊന്നും വേണ്ട. ഒരു ചോക്ലേറ്റ്, ഒരു കാഡ്ബറി ഡയറി മിൽക്ക് ദയ മേടിക്കുന്നു. 100 റുപ്യക്ക് മേടിച്ചിട്ട് വന്നു. 100 റുപ്യക്ക് മേടിച്ചിട്ട് ദിയ ചോദിക്കുകയാണ്, എനിക്ക് തരുമോ, ഞാൻ പൈസ തരാ പറയുന്നു. അപ്പം ദയ എന്ത് ചെയ്യുന്നു? വേഗം അതിനെ 120 റുപ്യക്ക് ദിയയുടെ അടുത്ത് കൊടുക്കുന്നു. അവൾ 120 റുപ്യ നിനക്ക് തരുകയും ചെയ്യുന്നു. അപ്പം നിനക്ക് കിട്ടിയ ലാഭം എത്രയാ? നിനക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാ? 20. സൂപ്പർ ദയ, സൂപ്പർ. അത് തന്നെയാണ് ഇവിടെയും. സോ കണ്ണൂർ പോയിട്ട് 100 റുപ്യക്ക് ഒരു ഡ്രസ്സ് മേടിക്കുന്ന അവന്തിക അത് 150 റുപ്യക്കാണ് വിൽക്കുന്നത്. സൂപ്പർ ദയ, കറക്റ്റ് ആണ് കേട്ടോ. സോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിൽക്കുന്ന വിലനെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. ഇത് മേടിച്ച വില നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. CP പറഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്രൈസ്. SP പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ പ്രോഫിറ്റ് എപ്പോഴാണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് കൂടുതലാവുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ അത് എത്രയാണ് പ്രോഫിറ്റ് എന്ന് അറിയണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? 150 രൂപ. കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 100 രൂപ. ഇതിനെ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 50. സോ പ്രോഫിറ്റ് എത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ? 50. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ ഇവിടെ നോക്കൂ, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കൂ. രാജേഷ് പർച്ചേസ് എ വാച്ച് ഫോർ 300. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മേടിച്ചു എന്നതാണ്. മേടിച്ചതിന് നമ്മൾ പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്നാണ്. സോ ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. ഹി സോൾഡ് പറഞ്ഞാൽ സെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഹി സോൾഡ് ഇറ്റ് ഫോർ 330. അപ്പോൾ ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് മാത്രമല്ല, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. പോട്ടെ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കണ്ടെത്താം. ആദ്യം നമ്മൾ പ്രോഫിറ്റ് എന്താണെന്ന് കണ്ടെത്തണം. പ്രോഫിറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 330 മൈനസ് കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 300 മൈനസ് 30 വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൻ എന്താണ് ഈ രാജേഷ് എത്രയ്ക്കാണോ മേടിച്ചത് കോസ്റ്റ് പ്രൈസ് അത് നമ്മൾ താഴെ ഇട്ട് കൊടുക്കണം. എത്രയാണോ പ്രോഫിറ്റ് വന്നത് അത് മേലെ ഇട്ട് കൊടുക്കണം. ഇൻടു 100 ഇട്ട് കൊടുക്കണം. ഇതാണ് ഫോർമുല. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടെത്താനുള്ള ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻടു 100. ഇതാണ് നമ്മുടെ ഫോർമുല. സോ 30 by 300 ഇൻടു 100. 100 300 3 ടൈംസ് ഉണ്ട്, 30 10 ടൈംസ് ഉണ്ട്. സോ ആൻസർ 10% ആണ്. ഓക്കെ,
ശരി, ഇപ്പൊ ഇനി മാത്സ് ആയത് കാരണം ഞാൻ ഈ ക്ലാസ് ഇപ്പോൾ തന്നെ കട്ടാക്കുകയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല, അത് കാരണമാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ആ ആ ആ ഓക്കേടാ, ഓക്കെ, ബൈ. ബൈ.